ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഗുൽമോഹർ കെ ജന്മദിൻ കി കഹാനി സുനി. ഗുൽമോഹറിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഈ ഒരു കഹാനിയിലെ കുറച്ച് ഭാഗങ്ങളൂടെ നമ്മൾ കേട്ടു. പിന്നെ പേടോം കെ സംരക്ഷണയ്ക്ക് ആവശ്യകത സമജ്ലി. മരങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകത നമ്മൾ മനസ്സിലാക്കി, സമജ്ലി. പിന്നെ ലഘു ലേഖ തയ്യാർ കർണേക്ക് ജാൻകാരി ബായി, അതായത് ചെറിയ ലേഖനങ്ങൾ തയ്യാറാക്കാനും നമ്മളെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ കഹാനി ബാക്കി ഭാഗം എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതുവരെയുള്ള ഭാഗം ഒന്ന് അർത്ഥം നോക്കാം. അപ്പോൾ അറിയാത്ത അർത്ഥങ്ങളൊക്കെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക, നോട്ട് പുസ്തകത്തിലേക്ക് പിന്നീട് അത് എഴുതി വെക്കുക കേട്ടോ. തൽക്കാലം പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ ടെക്സ്റ്റ്, ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം. ടെക്സ്റ്റിൽ എന്ത് ചെയ്യാം, അപ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് അറിയാത്ത വാക്കുകൾ എഴുതി വെക്കുക. ക്ലാസ് കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നീട് നോട്ട് പുസ്തകത്തിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ഭാഗം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? മീനയുടെ കൂട്ടുകാരികൾ സമ്മാനം പുതിയതായിട്ട് വരുന്ന ആ ഒരു രംഗത്തിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇനി അതിൻ്റെ ബാക്കി നോക്കാം. നോക്കൂ. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ, നിർമ്മലിനെ ഹസ്കർ കഹ. അപ്പോൾ എന്താണ് പറയുന്നത്? ജന്മദിൻ കി ബധായി, ജന്മദിന ആശംസകൾ, ഹോ ഗുൽമോഹർ, ഗുൽമോഹറിന് ജന്മദിനാശംസകൾ. അപ്പോൾ വരുന്നവരെ തന്നെ അവരെന്ത് പറയാണ്, നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു ബർത്ത്ഡേക്ക് പോകുമ്പോൾ എന്ത് പറയും, അവരുടെ പേര് പറഞ്ഞിട്ട് ജന്മദിനാശംസകൾ എന്ന് വിഷ് ചെയ്യും. അപ്പോൾ അതുപോലെ ഇവിടെ വിഷ് ചെയ്യാണ് മരത്തിന്, ഗുൽമോഹറിനെ വിഷ് ചെയ്യാണ്. ആര്? നിർമ്മൽ. ഹസ്കർ കഹ, അതായത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ജന്മദിന ആശംസകളെന്ന് പറയാണ് ഗുൽമോഹറിനോട്. മീന अब बताओ ഗുൽമോഹർ का ജന്മദിൻ ക്യോ മനാ രഹി ഹോ. അപ്പോൾ എന്നിട്ട് മീനയോട് പറയാണ്, നിർമ്മലിനെ പൂച്ച, നിർമ്മൽ ചോദിച്ചു, അതായത് മീന എന്തുകൊണ്ടാണ് നീ ഗുൽമോഹറിൻ്റെ, അബ് ബതാവോ ഇപ്പോൾ നീ പറയൂ, ഗുൽമോഹർ കാ ജന്മദിൻ, ഗുൽമോഹറിൻ്റെ ജന്മദിനം ക്യോ മനാ രഹി ഹോ, എന്തിനാണ് ആഘോഷിക്കുന്നത്? നിർമ്മലിനെ പൂച്ച, നിർമ്മൽ ചോദിച്ചു. യഹ് ബേചാര പിछले രവിവാർ കോ ഹി കട്ടാ ജാനെ വാലാ ഥാ. അപ്പോൾ എന്താ പറയുന്നത്? മീന മറുപടി പറയും, മീന മറുപടി എന്താ പറഞ്ഞത്? യഹ് ബേചാര, ഈ പാവം, നമ്മൾ ഈ അതായത് ഗുൽമോഹറിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ഈ പാവം പിछले രവിവാർ, കഴിഞ്ഞ ഞായറാഴ്ച, അവസാന ഞായറാഴ്ച, പിछले രവിവാർ, മുന്നത്തെ ഞായറാഴ്ച, എന്താ, കോ ഹി കട്ടാ ജാനെ വാലാ ഥാ, ഇത് മുറിക്കപ്പെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ മുറിച്ചു മാറ്റുമായിരുന്നു. മീന പറഞ്ഞു. അപ്പോൾ ക്യൂ, എന്തിന്? മീന വളരെ സങ്കടത്തോടെ, അല്ലെങ്കിൽ ഒരു സംഭവബഹുലമായിട്ട് പറയാണ്, കഴിഞ്ഞ ഞായറാഴ്ച ഈ മരം മുറിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ അത് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ എന്ത് ചോദിച്ചു, എന്തിനാണ് മുറിച്ച് മാറ്റാൻ നിന്നത് എന്ന രീതിയിൽ ക്യൂ, എന്തിന് എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം പറയാണ്, ക്യോങ്കി, എന്തെന്നാൽ, ഇസ് പർ ഫൂൽ നഹി ആ രഹേ ഥേ, ഇതിൽ പൂക്കൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ പൂക്കൾ ഉണ്ടായിരുന്നില്ല. 6 സാൽ പഹലെ ഗർ തയ്യാർ ഹോ ജാനെ കെ ബാദ് മാനെ ബഗീച്ച ലഘ്വായ. എന്താ പറയുന്നത്? 6 വർഷങ്ങൾക്ക് മുന്നേ, 6 സാൽ 6 വർഷങ്ങൾക്ക് പഹലെ മുന്നേ, ഗർ തയ്യാർ ഹോ ജാനെ കെ ബാദ്, വീടുണ്ടാക്കിയതിന് ശേഷം, വീട് പണി കഴിഞ്ഞതിന് ശേഷം, ജാനെ കെ ബാദ് അതിന് ശേഷം, മാനെ അമ്മ, ബഗീച്ച ലഘുവായ പൂന്തോട്ടം എന്ത് ചെയ്തു, ഉണ്ടാക്കി. അവിടെ വീടിന് ചുറ്റും വീട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഒരു പൂന്തോട്ടം അതിനടുത്ത് അമ്മ അപ്പോൾ എന്തൊക്കെയാണ് അവിടെ അമ്മ മറ്റെന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കൂ. ഹരി ഗാസ് ലഘുവായി, പച്ച പുല്ല് വെച്ച് പിടിപ്പിച്ചു. ഹരി ആണ് പച്ച, ഗാസ് പുല്ല്, ലഘുവായി അവിടെ ഉണ്ടാക്കി വെച്ച് പിടിപ്പിച്ചു. ഫൂലോങ്കി ക്യാരിയാം ബനവായി, എന്താണ്, പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തടം കെട്ടി. ക്യാരിയ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് എന്ത് ചെയ്യാം, തടം കെട്ടി. പിന്നെ അമ്രൂദ്, ആം ഓർ ഗുൽമോഹർ കെ ദോ പൗധെ ലഘുവായി. എന്തൊക്കെയാണ്? അമ്രൂദ് എന്ന് പറഞ്ഞാൽ പേരക്ക, ആം എന്ന് പറഞ്ഞാൽ മാമ്പഴം, പിന്നെ ഗുൽമോഹറിൻ്റെയും ദോ ഈ 2 ചെടികൾ വീതം, പൗധെ ലഘുവായി, ഈ 2 ചെടികൾ വീതം എന്ത് ചെയ്തു, അവിടെ നട്ടുപിടിപ്പിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? അമ്മ പച്ച പുല്ല് വെച്ച് പിടിപ്പിച്ചു. പിന്നെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് തടം കെട്ടി അതിൽ എന്ത് ചെയ്തു, ഈ 2 വീതം പേരക്ക ചെടിയും
പിന്നെ മാമ്പഴത്തിൻ്റെ തൈയും പിന്നെ ഗുൽമോഹറിൻ്റെയും എന്ത് ചെയ്തു ഒക്കെ ഈ 2 വീതം തൈകൾ വെച്ച് പിടിപ്പിച്ചു. പിന്നീട് പറയും നോക്കൂ, एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे. എന്താ പറയുന്നത്, ഒന്നിൽ ചുവന്നതും ഓർ ദൂസരേമേ മറ്റേതിൽ, അതായത് ദൂസര എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിൽ, ദൂസരേമേ സെ പീലെ രംഗക്ക്, പീല പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ളതുമായിട്ടുള്ള ഫൂൽ നിക്കലിനെ ചായത്, പൂക്കളാണ് വിരിയേണ്ടിയിരുന്നത്, അതിന് ഉണ്ടാവേണ്ടിയിരുന്നത്. ഒന്നിൽ ചുവപ്പും ഒന്നിൽ മഞ്ഞയും നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ പേട് ലഗ്നേക്ക് കുച്ച് സാൽ, മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം, കുച്ച് സാൽ ബാദ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഏക് മേ സെ പീലെ രംഗ് കെ ഫൂൽ നിക്കൽ ആയി, ഒന്നിൽ എന്ത് ചെയ്തു മഞ്ഞ നിറത്തിലുള്ള പൂവ് വിരിഞ്ഞു. ലേക്കിൻ എന്നാൽ, ഇസ് പേഡ് പർ, അതായത് ഗുൽമോഹർ അപ്പോൾ അവരുടെ മുന്നിലുള്ള ആ മരത്തെ ചൂണ്ടിയിട്ട് പറയാണ്, ഇസ് പേഡ് പർ 14 സാൽ ബി ഫൂൽ നിക്കൽ നഹി ആയി, 4 വർഷത്തിലേക്ക് കടന്നിട്ടും, 14 സാൽ ബി 4 വർഷത്തിലേക്ക് കടന്നിട്ടും എന്ത് ചെയ്തില്ല, അതായത് പൂവ് വന്നില്ല, വിരിഞ്ഞില്ല, ഉണ്ടായിട്ടില്ല എന്നതിൽ പറയാണ്. ലേക്കിൻ എന്നാൽ, ഇസ് പേഡ് പർ 14 സാൽ ബി ഫൂൽ നഹി ആയി, 4 വർഷത്തിലേക്ക് കടന്നിട്ടും 4 വർഷങ്ങളായിട്ടും ഇതിലേക്ക് എന്ത് ചെയ്തില്ല, പൂക്കൾ വിരിഞ്ഞില്ല. അച്ഛാ തോ ഫിർ നിർമ്മലിനെ പൂച്ച. അപ്പോൾ ഈ ഒരു വിവരം മീന പറഞ്ഞപ്പോൾ നിർമ്മൽ ചോദിക്കുകയാണെന്ത്, പറയാണ് എന്ത്, അച്ഛാ, ഓ ശരി, തോ ഫിർ, എന്നിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ എന്നിട്ട് എന്തായി, എന്നിട്ട് ബാക്കി പറയുന്നതൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഒരാശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, അച്ഛാ ശരി, എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ചോദിക്കുകയാണ് നിർമ്മൽ ചോദിച്ചു. മാനെ കഹ, അമ്മ പറഞ്ഞു, ഇസ് പേഡ് കോ കട്വാക്കർ ദൂസര ലഗ്വാത്തെ ഹേ. അപ്പോൾ ഈ ഒരു മരം മുറിച്ച് മാറ്റി എന്ത് ചെയ്യാം, ദൂസര ലഗ്വാത്തെ ഹേ, മറ്റൊന്ന് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, ഇത് പൂക്കില്ല, കായ്ക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയാണ്, മാനെ കഹ, അമ്മ പറഞ്ഞു, ഇസ് പേഡ് കോ കട്വാക്കർ, ഈ ഒരു മരം മുറിച്ച് മാറ്റി ദൂസര ലഗ്വാത്തെ ഹേ, മറ്റൊന്ന്, ദൂസര എന്നാൽ മറ്റൊന്ന്, അടുത്തൊന്ന് എന്ത് ചെയ്യാം, ലഗ്വാത്തെ ഹേ, വെച്ച് പിടിപ്പിക്കാം. പർ മേ ഇസ് പേഡ് കോ ബഹുത് ചാഹത്തി തി, പക്ഷേ ഞാൻ ഈ മരത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ബഹുത് ചാഹത്തി തി, വളരെയധികം നന്നായിട്ട് എന്ത് ചെയ്തിരുന്നു, ചാഹത്തി തി, ഇഷ്ടപ്പെട്ടിരുന്നു. മേ സോച്ച്തി, ഞാൻ വിചാരിച്ചു, ഇസ് പേഡ് പർ, ഈ ഒരു മരത്തിൽ പൂൽ തോ നഹി ആയി, പൂക്കളൊന്നും ഉണ്ടാകില്ല. മഗർ ഇസ്കെ പത്തെ ഓർ ഇസ്കി ഡാലെ കിത്നി സുന്ദർ ഹേ, പക്ഷേ എന്നാൽ ഈ ഒരു മരത്തിലെ ഇലകളും, ഇസ്കെ പത്തെ ഇതിൻ്റെ ഇലകളും, ഓർ ഇസ്കി ഡാലെ ഇതിൻ്റെ കൊമ്പുകളും, ഡാലെ എന്ന് പറഞ്ഞാൽ കൊമ്പ്, കിത്നി സുന്ദർ ഹേ, എന്ത് സുന്ദരമാണ് കാണാൻ, കിത്നി ടണ്ടി ഛായ ദേത്തി ഹേ, എത്ര സുന്ദരമായിട്ടുള്ള, കിത്നി ടണ്ടി നല്ല തണുത്ത ഛായ പറഞ്ഞാൽ നിഴൽ നൽകുന്നു, അതായത് ഇതിൻ്റെ ഇലകളും കൊമ്പുകളും കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇത് നല്ല തണുത്ത തണൽ തരുന്നു. ഓർ മേരെ കമരേക്ക് ഖിഡ്കി സെ യഹ് കിത്ന അച്ഛാ ലഗ്താ ഹേ, അതുപോലെ തന്നെ മാത്രമല്ല, ഓർ മേരെ കമരെ, എൻ്റെ റൂമിൻ്റെ കിടക്കി എന്ന് പറഞ്ഞാൽ ജനൽ, എൻ്റെ റൂമിൻ്റെ ജനൽ വഴി നോക്കുമ്പോൾ കിത്ന അച്ഛാ ലഗ്താ ഹേ, എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, സുന്ദരമായൊരു കാഴ്ചയാണ് ഈ ഒരു ഗുൽമോഹറിനെ എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ വിചാരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് മേ സോച്ച്തി, ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതിൽ പൂക്കളൊന്നും ഉണ്ടാകില്ല, എന്നാൽ ഇതിൻ്റെ ഇലകളും കൊമ്പുകളും വളരെ കാണാൻ നല്ല സുന്ദരമാണ്, നല്ല തണുത്ത തണൽ തരുന്നു. അതുപോലെ തന്നെ എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. മേ സോച്ച്തി, ഞാൻ വിചാരിച്ചു, ഇസ് പേഡ് പർ ഏക് ന ഏക് ദിൻ ജറൂർ ഫൂൽ ആയേക്കേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത്, ഇസ് പേഡ് പർ, ഈ ഒരു മരത്തിൽ ഏക് ന ഏക് ദിൻ, ഏതെങ്കിലും ഒരു ദിവസം, ജറൂർ തീർച്ചയായിട്ടും, ഫൂൽ ആയേക്കേ പൂക്കൾ ഉണ്ടാകും, പൂക്കൾ വരും എന്ന് ഞാൻ ചിന്തിച്ചു.
മാനെ പക്ക ഫൈസല ലിയാ ഥ. അമ്മ എന്ത് ചെയ്തു? ഉറച്ചൊരു തീരുമാനം എടുത്തു. പക്ക ഫൈസല ലിയാ ഥ. ഉറച്ചൊരു തീരുമാനം. ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനം. പക്ക ഉറച്ച തീരുമാനം, അതായത് അത് നടപ്പിലാക്കും എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഇത്തരത്തിൽ പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. പക്ക ഫൈസല ലിയാ ഥ. ഉറച്ച ഒരു തീരുമാനം എടുത്തു. എന്ത്? പേട് കട്ട്വാനേക്ക, മരം മുറിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം എന്ത് ചെയ്തു? അമ്മ എടുത്തു. പക്ക കട്ട്വാനെ പേട് കട്ട്വാനേക്ക, മരം മുറിക്കാനുള്ള തീരുമാനം. മേനെ മാസെ ബഡേ പ്യാർ സെ കഹ, ഞാൻ അമ്മയോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ മാസെ അമ്മയോട് ബഡേ പ്യാർ സെ, വലിയൊരു സ്നേഹത്തോടെ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റൈലുള്ള, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മേനെ മാസെ ബഡേ പ്യാർ സെ കഹ, ഞങ്ങളുടെ സ്നേഹത്തോടെ പറഞ്ഞു. എന്ത്? മാ അഗർ അഗലി ഗർമി മേ ബി ഇസ് പർ ഫൂൽ ന ആയേ തോ ആപ് ബേശക് ഇസെ കട്ട്വാ ദീജിയെ. എന്താ പറയുന്നത്? മാ, അമ്മേ, അഗർ എങ്കിൽ അഗലി ഗർമീമേ, അടുത്ത വേനലിൽ, ബി ഇസ് പർ ഫൂൽ ന ആയേ, ഈ ഒരു മരത്തിൽ എന്ത് പൂക്കൾ വന്നിട്ടില്ലെങ്കിൽ, ഫൂൽ ന ആയേ, പൂൽ വന്നില്ലെങ്കിൽ, ഇസ് പർ ഇതിൽ, ഈ മരത്തിൽ, ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുൽമോഹറിനെ ഉദ്ദേശിച്ച് പറയുകയാണ്. ഇതിൽ അടുത്ത വേനലിലേക്ക് പൂക്കൾ വന്നിട്ടില്ലെങ്കിൽ, ആ ബേശക്, നിങ്ങൾക്ക് നിസ്സംശയം തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ഇസെ കട്ടുവ തീച്ചെ, ഇത് മുറിച്ച് മാറ്റാം. അപ്പോൾ അടുത്ത വേനലിൽ പൂക്കൾ വിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ? ഈ മരം മുറിച്ചോളൂ എന്ന് അമ്മയോട് സ്നേഹത്തോടെ മീന പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. മേ ചുപ്കെ ചുപ്കെ ഇസെ കുച്ച് ഓർ പാനി ദേ ആത്തി. എന്താ പറയുന്നത്? ഞാൻ വളരെ രഹസ്യമായിട്ട്, ആരും കാണാതെ, ചുക്കെ ചുക്കെ പറഞ്ഞാൽ ആരും കാണാതെ അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇസ് കുച്ച് ഓർ പാനി ദേ ആത്തി, അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആരും കാണാതെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. കിന്തു ഇസ് ഗർമി മേ ബി ഇസ് പർ കോയി ഫൂൽ നഹി ഗില. പക്ഷേ എന്നാലും എന്ത് ചെയ്തില്ല? ഈ വേനലിലും, ഇസ് ഗർമിമേ, ഈ വേനലിലും എന്ത് ചെയ്യില്ല? ബി ഇസ് പർ കോയി ഫൂൽ നഹി ഗില, ഒറ്റ പൂക്കൾ പോലും എന്ത് ചെയ്യില്ല? ഉണ്ടായില്ല. ഇസ് പർ മേ ബഹുത് ഉദാസ് ദി, അതുകൊണ്ട് തന്നെ ഇസ് പർ മേ ബഹുത് ഉദാസ് ദി, ഞാൻ വളരെയധികം ദുഃഖിതയായിരുന്നു. മേനെ സോച്ച, ഞാൻ വിചാരിച്ചു. മാ ഇസ്കോ ജറൂർ കട്ട്വാ ദേഗി, അമ്മ തീർച്ചയായിട്ടും ഇത് മുറിച്ച് മാറ്റും. ജറൂർ തീർച്ചയായിട്ടും, ജറൂർ കട്ട്വാ ദേഗി, ഇത് മുറിച്ച് മാറ്റും. ഏക് ദിൻ മേ, ഒരു ദിവസം അമ്മ, ഏക് ദിൻ മാ, ഒരു ദിവസം അമ്മ, നെ മാലി സെ കഹ, മാലി എന്ന് പറഞ്ഞാൽ തോട്ടക്കാരനോട് പറഞ്ഞു. സെ കഹ, പറഞ്ഞു. ഇസ് ഗുൽമോഹർ, ഈ ഗുൽമോഹറിൻ്റെ, അതായത് ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ, ഈ ഗുൽമോഹർ മരത്തെ മുറിച്ചു മാറ്റുക. ഓർ ഇസ്കി ജഗ പർ ദൂസര ഗുൽമോഹർ ലഗാവോ, എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത്, ഇസ്കി ജഗ, അതിൻ്റെ സ്ഥാനത്ത്, ജഗ എന്നാൽ സ്ഥാനം, സ്ഥലം ഒക്കെയാണ് അർത്ഥം കേട്ടോ. ജഗ പർ ദൂസര ഗുൽമോഹർ ലഗാവോ, വേറൊരു ഗുൽമോഹർ മരം വെച്ച് പിടിപ്പിക്കുമെന്ന് ആരോട് പറഞ്ഞു? മാലിനോട്, അതായത് തോട്ടക്കാരനോട് അമ്മ പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു. അപ്പോൾ ഈ ഒരു കഥയിൽ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഇനി ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. പേടോं के സംരക്ഷण की ആവശ്യകത സമझ ली. അപ്പോൾ പിന്നീട് നമ്മളെന്താ മനസ്സിലാക്കിയത്? മരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ മരം സംരക്ഷിക്കണമെന്ന് പറയുന്നത് എന്നുള്ള കാര്യമാണ് പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോൾ ക്ലാസ്സിലവിടെ പറഞ്ഞു, അമ്മ ഏതായാലും മരം മുറിക്കാൻ തീരുമാനിച്ചു, ശക്തിയായിട്ടുള്ള തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരുപാട് മരം മുറിക്കുന്നത് കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പേടോങ്കോ കാട്ടന ഉചിത് നഹി ഹെ. അപ്പോൾ ഇത്തരത്തിൽ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നത്, അതായത് അനാവശ്യമായിട്ടൊക്കെ മുറിച്ച് മാറ്റുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ മാനവരാശിക്കും പ്രകൃതിക്കും ഉണ്ട്. അപ്പോൾ പേടോസെ ഹമേ ക്യാ ലാഭ് ഹെ. അപ്പോൾ മരങ്ങളെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? ദേഖോ, पेड़ों से हमें फल और फूल मिलते हैं. മരങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? അതിൽ നിന്ന് കായ്ഫലങ്ങളും അതുപോലെ തന്നെ പൂക്കളും ലഭിക്കുന്നു. ടണ്ടി ചായ മിൽത്തി ഹെ, നല്ല
നല്ല നിഴൽ, തണൽ അതിൽ നിന്നും എന്ത് ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്നു. നല്ല ഊഷ്മളമായിട്ടുള്ള തണുത്ത തണലുകൾ നമുക്ക് എന്ത് ചെയ്യുന്നു അതിൽ നിന്നും ലഭിക്കുന്നു. ശുദ്ധ ഹവ മിൽത്തി ഹെ, നല്ല ശുദ്ധവായു ലഭിക്കുന്നു. കാരണം എന്താണ്, മരങ്ങൾ പുറത്തുവിടുന്നത് എന്താണ്, ഓക്സിജനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധവായുവാണ് മരങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഓക്സിജനാണ് ശ്വസിക്കുന്നത്, പുറത്തേക്ക് ഇടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ മരങ്ങൾ വലിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു, അത് ഓക്സിജനാക്കി മാറ്റി പുറത്തു വിടുന്നു. അപ്പോൾ ഇത്തരത്തിൽ മരങ്ങൾ വെച്ചുപിടിക്കുന്നതിലൂടെ നല്ല ശുദ്ധവായു നമുക്ക് ലഭിക്കുന്നു. വർഷ മിൽത്തി ഹെ, മരങ്ങളുള്ളത് കൊണ്ടാണ് മഴ ലഭിക്കുന്നത്. നമുക്കറിയാം മരുഭൂമിയിലൊക്കെ മഴ വളരെ കുറവാണ്. എന്താണ്, അവിടെ ഒന്നും മരങ്ങളില്ലാതെ വെറും മണൽപ്പരപ്പുകൾ മാത്രമാണ്. അപ്പോൾ മരങ്ങൾ ഉള്ളിടത്താണ് എന്ത് ചെയ്യുന്നത്, മഴ നന്നായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ മഴയ്ക്ക് കാരണമായിട്ട് മരങ്ങളുടെ സാന്നിധ്യം എന്താണ് ഉണ്ട്. അതുപോലെ തന്നെ പേട് ജീവജന്തുക്ക വാസസ്ഥാൻ ഹെ, അപ്പോൾ മരങ്ങളെന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ, പക്ഷികളാകട്ടെ മറ്റു ചെറിയ ചെറിയ ജീവികളാകട്ടെ ഒക്കെ എന്താണ്, അവരുടെയൊക്കെ വാസസ്ഥലമാണ്, വീടാണ് ഏത് മരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിലൂടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടമാകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് മരങ്ങൾ മുറിക്കുന്നുണ്ട്. പേടോങ്കി കട്ടായി ക്യോ ഹോത്തി ഹെ, അപ്പോൾ നമ്മൾ എന്തിനാണ് മരങ്ങളിങ്ങനെ മുറിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. ഒന്നാമതായിട്ട് നമ്മൾ ലക്കടി കേലിയെ, എന്തിനാണ്, തടിക്ക് വേണ്ടി, അതായത് വിറകിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങൾ മുറിക്കുന്നുണ്ട്. പിന്നെയോ ഗരേലോ ചീസയും ബനാനെ കേലിയെ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, അതായത് ടേബിള്, മേശ, കട്ടിൽ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങൾ മുറിക്കുന്നുണ്ട്. പിന്നെ എന്തിനൊക്കെയാണ് മുറിക്കുന്നത്, പേടോങ്കെ കാട്ട്കർ, മരങ്ങൾ മുറിച്ച്, വഹ അവിടെ, ബഡേ ബഡേ മക്കാൻ ബനാത്തെ ഹെ, അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ, മക്കാൻ വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ മരങ്ങൾ മുറിച്ച് മാറ്റിയാൽ എന്താണ് ദോഷം? പേടോങ്കോ കാട്ടനെ സെ ക്യാ നുക്സാൻ ഹെ, മരങ്ങൾ മുറിച്ച് മാറ്റിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, വൻതോതിൽ മരങ്ങൾ മുറിച്ച് മാറ്റപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? ധർത്തി ശൂന്യ ഹെ, എന്താകും, ഭൂമി ശൂന്യമാകും, തരിശാകും, അതിൽ ഒന്നും ഉണ്ടാകില്ല. കാരണം എന്താണ്, വെള്ളം ലഭിക്കാത്തതുകൊണ്ട്, മഴവെള്ളം കിട്ടാത്തതുകൊണ്ട് ഭൂമി തരിശു ഭൂമിയാകും. മഴ എന്താണ് കിട്ടാത്തത്, മരങ്ങൾ മുറിച്ചത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, പേട് പ്രകൃതിക്ക വരദാൻ ഹെ, മരം എന്ന് പറയുന്നത് എന്താണ്, പ്രകൃതിയുടെ ഒരു വരദാനമാണ്, മരം ഒരു വരമാണ്. പേട് നഹി തോ ധർത്തി നഹി, അപ്പോൾ മരങ്ങളില്ലെങ്കിൽ ആരില്ല, ഭൂമി ഇല്ല, ഭൂമിയിലൊന്നും ഉണ്ടാകില്ല. അങ്ങനെ മരങ്ങളും മഴയും വെള്ളവും ഭൂമിയും ഒന്നും ഇല്ലെങ്കിൽ ആരുമില്ല, നമ്മളും ഇല്ല. ഹംബി നഹി, പേട് നഹി തോ ഹംബി നഹി. അപ്പോൾ നമ്മളിവിടെ മരത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയൊക്കെ മനസ്സിലാക്കി. അതനുസരിച്ച് നമുക്കൊരു ആക്ടിവിറ്റി തയ്യാറാക്കാനുണ്ട്. പേടോങ്കെ മഹത്വ പർ ലഘു ലേഖ ലിഖേം, നല്ല മരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ കുറിപ്പ്, ഇപ്പോൾ നമ്മൾ കേട്ടതിൽ നിന്നും ടീച്ചർ പറഞ്ഞതിൽ നിന്നും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, മരത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ചെറിയ ലേഖനം എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്കാണ് തന്നിട്ടുള്ളത്. ലേഖ ലിഖനേക്ക് പഹലെ ഏ സൂചന തേക്കൂ, അപ്പോൾ ലേഖനം എഴുതുന്നതിന് മുന്നേ ഈ തന്നിട്ടുള്ള സൂചനകൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു തന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പേടോസെ ലാബ്, മരങ്ങൾ കൊണ്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പേടോങ്കി കട്ടായിക്കോ, എന്തിനാണ് മരങ്ങൾ മുറിക്കുന്നത് എന്നുള്ള കാര്യം അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പേടോങ്കി സംരക്ഷണയ്ക്ക് ആവശ്യകത, മരങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകത, അല്ലെങ്കിൽ എന്തിനാണ് മരങ്ങൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം അതിൽ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. മാത്രമല്ല ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ലേഖനം തയ്യാറാക്കുമ്പോൾ തന്നിരിക്കുന്ന വിഷയവും അതിൻ്റെ പ്രത്യേകതയും പറയണം. ഇപ്പോൾ ഇവിടെ മരത്തിനെക്കുറിച്ച് ആണ് എഴുതാനുള്ളത്, അപ്പോൾ അതിൻ്റെ പ്രത്യേകത, കാര്യങ്ങൾ, ഉപയോഗങ്ങൾ ഒക്കെ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ആശയങ്ങൾ ക്രമമായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് എന്ത് ചെയ്യണം, അതിൽ ഉൾപ്പെട്ടിരിക്കണം, ആ ലേഖനത്തിൽ ഉൾപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു തലക്കെട്ടും ശീർഷകവും എന്ത് ചെയ്യണം, ഈ ഒരു ലേഖനത്തിന് നിങ്ങൾ കൊടുക്കണം.
അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ ഹെഡിങ്ങായിട്ട് 3 ഹെഡിങ്ങിലൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് എടുത്ത് എഴുതാം. പേട് ഹമാരെ ജീവൻ കെ സാത്തി ഹെ. എന്താണ്? മരങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പാണ്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയാണ് എന്നുള്ള രീതിയിലുള്ളൊരു അർത്ഥമാണ് ഇതിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെഡിങ് എഴുതാം, പേട് ഹമാരെ ജീവൻ കെ സാത്തി ഹെ, അല്ലെങ്കിൽ പേട് ഏക് ദേശ് കി ബഹുമൂല്യ സമ്പദ ഹോത്തെ ഹെ. മരങ്ങൾ ഒരു രാജ്യത്തിൻ്റെ അമൂല്യമായിട്ടുള്ളൊരു സമ്പത്താണ്. അല്ലെങ്കിൽ പേട് പ്രകൃതി കാ അൻമോൾ ഉപഹാർ ഹെ. മരങ്ങൾ പ്രകൃതിയുടെ അമൂല്യമായ സമ്മാനമാണ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡിങ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 ഹെഡിങ്ങിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹെഡിങ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം, ഒരു ഉദാഹരണമായിട്ട് കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മരത്തെക്കുറിച്ച് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പേട് പ്രകൃതിക്ക് ജാൻ ഹെ. മരങ്ങൾ പ്രകൃതിയുടെ ജീവനാണ്. ഹമാരെ ജീവൻ ദാദാ ഹെ പേട്. അതുപോലെ നമ്മുടെയും ജീവൻ്റെ അടിസ്ഥാനമാണ് മരങ്ങളെന്ന് പറയുന്നത്. വേ ഹമേ ഫൽ ഫൂൽ ലക്കടി ഓർ ഛായ ദേത്തെ ഹെ. അതുപോലെ തന്നെ അവ നമുക്ക് ഫലങ്ങൾ, അതായത് കായ്കനികൾ, ഫൂൽ പൂക്കൾ, ലക്കടി മരത്തടികൾ, അതായത് വിറക് പോലത്തെ തടികൾ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓർ ഛായ ദേത്തെ ഹെ, നല്ല തണലും നമുക്ക് തരുന്നു. ഹരേ ബരേ പേട്. നല്ല പച്ചപ്പ് തിങ്ങി നിറഞ്ഞ മരങ്ങൾ. ഹരേ ബരേ പേട് പ്രകൃതിക്ക് സുന്ദരത ബടാത്തെ ഹെ. പ്രകൃതിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ബടാത്തെ ഹെ. മാനവ് ഘർ ഓർ ഘരേലു സാമാൻ ബനാനെ കെ ലിയെ പേട് കാട്ടെ ഹെ. മാനവ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ഘർ ഓർ ഘരേലു സാമാൻ വീടും അതുപോലെ തന്നെ വീട്ടു ഉപകരണങ്ങളും, അതായത് ഫർണിച്ചർ, ബനാനെ കെ ലിയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പേട് കാട്ടെ ഹെ, അവർ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു അല്ലെങ്കിൽ മുറിക്കുന്നു. ബഡേ പൈമാൻ പർ പേട് കാട്ട്നെ സെ പ്രകൃതി കാ സന്തുലൻ ബിഗഡ് ജാത്ത ഹെ. വളരെയധികം അല്ലെങ്കിൽ കൂടുതൽ മരങ്ങൾ മുറിക്കുന്നുണ്ട്. ബഡേ പൈമാൻ പർ പേട് കാട്ട്നെ സെ, അത് വളരെയധികം അല്ലെങ്കിൽ കൂടുതലായിട്ട് മരങ്ങൾ മുറിക്കുന്നുണ്ട്. സെ പ്രകൃതി കാ സന്തുലൻ ബിഗഡ് ജാത്ത ഹെ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അതിൽ മാറ്റമുണ്ടാകുന്നു. എന്താ പറയുന്നത് എന്താണ്? അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ 6 വർഷം മഴ 6 വർഷം വേനൽ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്കറിയാം കൂടുതലായിട്ട് മഴ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മഴ പെയ്യേണ്ടത് അല്ലാത്ത സമയത്ത് വേനൽക്കാലങ്ങളിൽ മഴ പെയ്യുന്നു. പിന്നീട് വെള്ളപ്പൊക്കം, കുന്നിടിച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, മരങ്ങളില്ലെങ്കിൽ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സന്തുലൻ ബിഗഡ് ജാത്ത ഹെ. പേടോं के बिना हमें ശുദ്ധവായു ന മിൽത്തി ഹെ. മരങ്ങളില്ല എന്നുണ്ടെങ്കിൽ, പേടോं के बिना മരങ്ങളില്ലെങ്കിൽ അഭാവം എന്താണ്, ഹമേ ശുദ്ധവായു ന മിൽത്തി ഹെ, നമുക്ക് നല്ല ശുദ്ധവായു ലഭിക്കില്ല. എന്താണ് കാരണം? നേരത്തെ പറഞ്ഞു, നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡൊക്കെയാണ് മരങ്ങൾ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനാണ് പുറത്തേക്ക് അവ വിടുന്നത്. അപ്പോൾ ആ ഒരു ഓക്സിജനൊക്കെയാണ് നമുക്ക് പ്രകൃതിയിൽ ഓക്സിജനായിട്ടൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലാണ് മരങ്ങൾ ഉണ്ടാകണം. അതാണ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധവായു ലഭിക്കണമെങ്കിൽ നല്ല മരങ്ങൾ ഉണ്ടാകണം. മരങ്ങൾ നന്നായിട്ട് വളർത്തിയാലേ അല്ലെങ്കിൽ ഉണ്ടായാലേ ശുദ്ധവായു ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. पेड़ों के कारण ही हम വായു പ്രദൂഷൺ സെ ബച്ചെ രഹത്തെ ഹെ. ഈ ഒരു മരങ്ങൾ കാരണം, പേടോं के कारण മരങ്ങൾ കാരണമായിട്ട് ഹി ഹം വായു പ്രദൂഷണം എന്താ, വായു മലിനീകരണം അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. സെ ബച്ചെ രഹത്തെ ഹെ. കണ്ടോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. മരങ്ങളുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു. ഇപ്പോൾ വാഹനങ്ങളിൽ നിന്നൊക്കെ പുറത്തുവിടുന്ന പുകകളൊക്കെ അവയെ എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ മരങ്ങൾക്ക് ഗുണകരമാണ്, നമുക്ക് ദോഷകരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള ഇതൊക്കെ വായു മലിനീകരണ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇത്തരം മരങ്ങൾ തടയുന്നു. അതാണ് പറയുന്നത്. ഇനി അടുത്ത വരികൾ നോക്കൂ. ഹമാരെ പശു പക്ഷിക്കോ സുരക്ഷിത് കർത്തേ ഹെ, ഹർ പ്രകാർ കെ മാനവ ജീവൻ കാ സംരക്ഷൺ കർത്തേ ഹെ. എന്താ പറയുന്നത്, ഇവ മരങ്ങൾ ഹമാരി പക്ഷിക്കോ സുരക്ഷിത് കർത്തേ, നമ്മുടെ ജന്തുജാലങ്ങളൊക്കെ, മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ സംരക്ഷിക്കുന്നു. അതിലൂടെ ഹർ പ്രകാർക്കോ, ഇത്തരത്തിലൂടെ മാനവ ജീവൻ കാ സംരക്ഷണം കർത്തേ ഹെ, നമ്മുടെ മനുഷ്യരാശിയെയും
മറ്റ് ജീവജാലങ്ങളെയൊക്കെ ഇതിലൂടെ സംരക്ഷിക്കാൻ മരങ്ങൾക്ക് കഴിയുന്നു. അവരെ മരങ്ങൾ സംരക്ഷിക്കുന്നു. वृक्ष जल के वेग को रोककर बांध नियंत्रण करते हैं. അപ്പോൾ മരങ്ങൾ ജലത്തിൻ്റെ ഒഴുക്കിന്, അതായത് വെള്ളപ്പൊക്കത്തിന് ഒക്കെ തടഞ്ഞു നിർത്തുന്നു, അല്ലെങ്കിൽ ജലത്തിൻ്റെ വേഗതയെ തടഞ്ഞു നിർത്തുന്നു. നമുക്കറിയാം മരങ്ങളുള്ളത് കൊണ്ടാണ് മണ്ണൊലിപ്പ് തടയുന്നതെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണം കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നു, തടയുന്നു. इसलिए हमें अधिक से अधिक पेड़ लगना चाहिए और उनकी देखभाल भी करना चाहिए. അതുകൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് വളരെയധികം എന്ത് ചെയ്യണം, മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ. ഓർ ഉനിക്ക് ദേഖ്ഭാൽ ബി കർണ ചാഹിയെ, അവയെ നന്നായിട്ട് പരിചരിക്കുകയും വേണം. വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളമിട്ട് കൊടുക്കണം, എപ്പോഴും എന്ത് ചെയ്യണം, അവയെ പരിചരിക്കണം. पेड़ों का संरक्षण हमारा कर्तव्य है. അപ്പോൾ മരങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ കടമയാണ്, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, അവയെ സംരക്ഷിക്കുക, അവയ്ക്ക് വേണ്ട പരിചരണങ്ങളും ഒക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഉത്തരം. ഇനി അടുത്ത് എന്താണ് പറഞ്ഞു നോക്കാം. ഇവിടെ നോക്കൂ, ഹരി ഗാസ്, ലാൽ ഫൂൽ, പീല ഫൂൽ, സുന്ദർ പേട്, ടണ്ടി ഛായ. അപ്പോൾ ഇവിടെ ഒരു 5 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കൂ. ഇവിടെ ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ല് എന്നാണ് അർത്ഥം. ഹരി ഘാസ് എന്ന് പറഞ്ഞാൽ പച്ച പുല്ല്, ഉണങ്ങിയ പുല്ലല്ല, പച്ച പുല്ല്. കണ്ടോ, ആ പുല്ലിനൊന്ന് വിശേഷിപ്പിച്ച് പറയുകയാണ്, പച്ച പുല്ലാണ്. പിന്നെ ലാൽ ഫൂൽ, ചുവന്ന പൂവ്, വെറും പൂവല്ല, എന്താണ്, ചുവന്ന പൂവ്. പൂവിനൊന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിശേഷിപ്പിച്ച് പറയുകയാണ്, ലാൽ ഫൂൽ, ചുവന്ന പൂവ്. പീല ഫൂൽ, മഞ്ഞ പൂവ്. കണ്ടോ, അവിടെ എന്താണ് മഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂവിനെ ഒന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, മഞ്ഞ പൂവാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താണ്, സുന്ദർ പേട്, വെറും മരമല്ല, എന്താണ്, മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള മരം, സുന്ദർ പേട്. ആ മരത്തിനൊന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞു. പിന്നെ ടണ്ടി ഛായ, വെറും തണലല്ല, എന്താണ്, നല്ല തണുത്ത അല്ലെങ്കിൽ ഊഷ്മളമായിട്ടുള്ള തണൽ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഹരി, ലാൽ, പീല, അതുപോലെ തന്നെ സുന്ദർ, ടണ്ടി, ഇതൊക്കെ എന്താണ്, വിശേഷണ പദങ്ങളാണ്. ഏതിനെ, ഘാസിനെ വിശേഷിപ്പിച്ചു, ഫൂലിനെ വിശേഷിപ്പിച്ചു, മരത്തിനെ വിശേഷിപ്പിച്ചു, പേടിനെ വിശേഷിപ്പിച്ചു, തണലിനെ വിശേഷിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഘാസിൻ്റെ വിശേഷണ ശബ്ദമാണ്, പദമാണ് ഏത്, ഹരി എന്ന് പറയുന്നത്. ഫൂൽ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചതാണ് ലാൽ കൊണ്ടും അതുപോലെ തന്നെ പീല എന്നുള്ള കളർ കൊണ്ട്, അതായത് കളർ കൊണ്ട് വിശേഷിപ്പിച്ചു. ആ പൂവിനെ കളർ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചു. പിന്നെ പേടിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്, മനോഹരമായിട്ടുള്ള മരം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് വിശേഷിപ്പിച്ചു. ആ മരത്തിനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു. അതുപോലെ തന്നെ ഛായ, വെറും തണലല്ല, എന്താണ്, നല്ല തണുത്ത അല്ലെങ്കിൽ നേർത്ത സുന്ദരമായിട്ടുള്ള തണൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, വിശേഷണ പദങ്ങളാണ്. ഈ ഫസ്റ്റ് വന്നിട്ടുള്ള അക്ഷരങ്ങൾ, ആ വാക്കുകളൊക്കെ എന്താണ്, വിശേഷണ പദങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നിർമ്മൽ ചുസ്ത് ലड़की है, वह सुंदर और होशियार है, चंचल और चतुर भी है. रामू माली है, मोटा आदमी है, वह सुस्त है लेकिन ईमानदार है. നിർമ്മൽ की വിശേഷത, രാമു की വിശേഷത. അപ്പോൾ ഇവിടെ രാമുവിൻ്റെയും നിർമ്മലിൻ്റെയും വിശേഷ ഗുണങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെ വിശേഷിപ്പിക്കാൻ, അതായത് നിർമ്മൽ എന്ന ഒരു പേരിനെയും രാമു എന്ന പേരിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, ആ ഒരു പാരഗ്രാഫിൻ്റെ മലയാളം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഏത് വാക്കുകൾ കൊണ്ടൊക്കെയാണ് അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, നിർമ്മലിനെയും രാമുവിനെയും ഏതൊക്കെ വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, ആദ്യം അർത്ഥം നോക്കാം. നിർമ്മൽ ചുസ്ത് ലड़की है, നിർമ്മൽ എന്താണ്, നല്ല ചുറുചുറുക്കുള്ള പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്. വഹ് സുന്ദർ ഓർ ഹോഷിയാർ ഹെ, അവൾ സുന്ദരിയുമാണ്, എന്താണ്, പിന്നെ ഹോഷിയാർ, സ്മാർട്ട്, മിടുക്കിയുമാണ്. പിന്നെ അവളെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ, ചഞ്ചൽ ഓർ ചതുർ ബി ഹെ, അവൾ നല്ല വേഗത്തിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കുന്നവളാണ് അല്ലെങ്കിൽ ചെയ്യുന്നവളാണ്. അതുപോലെ തന്നെ ചതുർ ബി ഹെ, നല്ല വിരുദുള്ള,
നല്ല കൗശലക്കാരിയായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? നിർമ്മൽ ചുസ്ത് ലടുക്കി ഹെ, ചുസ്ത് ലടുക്കിയാണ്, സുന്ദറാണ്, ഹോഷിയാറാണ്, ചഞ്ചലാണ്, ചതുറാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് അവളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നിർമ്മലിക്ക് വിശേഷത കൊടുത്ത് എഴുതണം. പിന്നെ ഇനി രാമുവിനെ പറ്റി പറയണം. രാമു മാലി ഹെ, രാമു എന്താണ്? തോട്ടക്കാരനാണ്. മാലി എന്നാൽ തോട്ടക്കാരനാണ്. മോട്ട ആത്മീ ഹെ, മോട്ട എന്ന് പറഞ്ഞാൽ തടിച്ച, തടിയനായിട്ടുള്ള ഒരു ആത്മീ ഹെ വ്യക്തിയാണ്. പിന്നെ വഹ് സുസ്ത് ഹെ, അവൾ എന്താണ്? ഒതുങ്ങി കൂടിക്കഴിയുന്ന, സുസ്ത് ഹെ എന്ന് പറഞ്ഞാൽ അത്ര ആക്റ്റീവ് അല്ലാത്ത, അല്ലെങ്കിൽ എന്താണ്, ഒരു പാവമായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മടിയനായിട്ടുള്ള എന്നൊക്കെ പറയാം, മടിയനായിട്ടുള്ള ഒരു ആളാണ്. ലേക്കിൻ ഈമാൻദാർ ഹെ, പക്ഷെ എന്താണ്? അവന് വിശ്വസ്തനാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു? മാലി ഹെ, പിന്നെ മോട്ടാത്മിയാണ്, പിന്നെ മടിയനാണ്, സ്വസ്ഥാണ്, പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്? ഈമാൻദാർ, വിശ്വസ്തനുമാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളും എവിടെ എഴുതുക? രാമുക്ക് വിശേഷത, രാമുവിൻ്റെ വിശേഷണ ഭാഗത്ത് എന്ത് ചെയ്യുക? എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ അർത്ഥം മനസ്സിലാക്കിയാൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിലോ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നും. അപ്പോൾ ഒരു വാക്കിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതാണിപ്പോൾ ഇവിടെ എഴുതാനുള്ളത്. ഒരു വാക്കിനെയോ അല്ലെങ്കിൽ ഒരു പേരിനെയോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു നാമത്തെയോ അല്ലെങ്കിൽ സർവനാമത്തെയോ അല്ലെങ്കിൽ വിശേഷണ പദങ്ങളെ വിശേഷിപ്പിക്കാനോ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിശേഷണ പദങ്ങൾ ഉണ്ടാകും. ഒരു പേരിനെ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ പേര് പോലത്തെ അവൻ, അവൾ, അത്, ഇത് എന്നൊക്കെ പറയുന്നതിനൊക്കെ എന്ത് ചെയ്യാം? ഇത് വിശേഷണ പദങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വിശേഷണ പദങ്ങൾക്ക് വിശേഷണ പദങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ തുടർ ക്ലാസ്സുകളായിട്ട് പഠിക്കുമായിരിക്കും. നമുക്ക് നോക്കാം. ഏതായാലും ഈ ഒരു ആക്ടിവിറ്റിൻ്റെ ഉത്തരം എങ്ങനെ എഴുതേണ്ടത് നോക്കാം. അപ്പോൾ നിർമ്മലിൻ്റെ വിശേഷത കൊടുത്ത് ചുസ്ത്, സുന്ദർ, ഹോഷിയാർ, ചഞ്ചൽ, ചതുർ എന്ന് എഴുതാം. രാമുക്ക് വിശേഷത കൊടുത്ത് എന്ത് എഴുതാം? മാലി, മോട്ടാത്മി, സുസ്ത്, ഈമാൻദാർ. ഇത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. പ്രവർത്തനങ്ങളും അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്കും ഒരു കമൻറ്റും ഇത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓക്കെ, വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. ബൈ, സീ യു.